ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു കർക്കിടക സ്പെഷ്യൽ തന്നെയാണ്. കർക്കിടകത്തിൽ നമ്മൾ അത്യാവശ്യം കഴിക്കേണ്ടത് ഒന്നാണ് മുതിരക്കഞ്ഞി. അപ്പോൾ നമുക്ക് മുതിരക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് പറ്റിയൊരു ചമ്മന്തിപ്പൊടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു മുതിര 1/4 കപ്പ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമ്മൾ അതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റവ് കത്തിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് മുതിര ഒന്ന് വറുത്തെടുക്കാം. മുതിര വറുത്തെടുക്കുമ്പോൾ നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ മുതിര നല്ല ക്രിസ്പി ആവുന്ന സമയത്ത് ഒരു 5-6 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ. നല്ല ക്രിസ്പി ആവുമ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം. പിന്നെ നമുക്ക് അരി എടുക്കണം. അപ്പോൾ അരി ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി വേണ്ടവർക്ക് പച്ചരി എടുക്കാം, അല്ല കുത്തരി ഉണ്ടെങ്കിൽ കുത്തരി എടുക്കാം കേട്ടോ. ഏതരി വേണമെങ്കിലും എടുക്കാം. പച്ചരി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മുതിര ഒന്ന് പൊടിച്ചെടുത്ത് വരാം. മിക്സിയുടെ ബൗളിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് റിവേഴ്സ് ബട്ടൺ അടിച്ച് 2 പ്രാവശ്യം റിവേഴ്സ് ബട്ടൺ അടിച്ച് നമ്മൾ മുതിര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ എണ്ണം പൊടിഞ്ഞിട്ടുണ്ട്, ചിലത് പകുതി പൊടിഞ്ഞിട്ടുണ്ട്, ചിലത് പൊടിയാതെയൊക്കെ ഇരിക്കണം. അതൊന്നും കുഴപ്പമില്ല, നമ്മളിത് വേവിക്കാൻ പോകണമല്ലോ, വറുത്തതുമാണ്. അപ്പോൾ നമുക്കിനി ഒരു കുക്കറിലേക്ക് അരി കഴുകി വെച്ചതിട്ട് അതിന് ശേഷം നമ്മൾ മുതിര വറുത്ത് പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച്, വെള്ളം കഞ്ഞി നല്ല വെള്ളത്തോടെ കുടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കുക. കുറച്ച് വെള്ളം മതിച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കുക, പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞിയൊക്കെ റെഡി. 3 വിസിലടിച്ചാൽ നമ്മുടെ കഞ്ഞി റെഡിയാവും. അപ്പോൾ 3 വിസിലടുപ്പിച്ച് കഞ്ഞിയൊക്കെ റെഡിയായി കഴിഞ്ഞു. എൻ്റെ കഞ്ഞിയുടെ കളർ തന്നെ മാറി, മുതിരയുടെ കളറായി കഴിഞ്ഞു. കഞ്ഞി നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞി കുടിക്കാൻ. ഇനി സർവിങ് ബൗളിലേക്ക് ആക്കിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെ സ്വല്പം ചേർത്ത്, ഉപ്പും ചേർത്ത്, സ്വല്പം തേങ്ങ ചെരുകിയതും കൂടെ ചേർത്ത് കുടിച്ച് നോക്കൂ. അതിലേക്ക് പറ്റിയൊരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ സൂപ്പറായി കഞ്ഞി. 2 പപ്പടം ചുട്ടത്. അപ്പോൾ ഞാനീ പറയാൻ പോണത് നമ്മുടെ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ചമ്മന്തിപ്പൊടി കഞ്ഞിക്കും ചോറിനും എല്ലാം നല്ലതാണ്. അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചതാണ് കേട്ടോ. തേങ്ങ ചെരുകി വറുത്ത് വെച്ചത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉണ്ട പുളി, ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി, 3 വറ്റൽമുളക് ചുട്ടെടുത്തത്, 4 വെളുത്തുള്ളിയുടെ അല്ലി, സ്വല്പം കറിവേപ്പില, പിന്നെ അതിലേക്ക് മിൻറ്റ് ലീവ്സ്, പുതിനയുടെ ഇല കുറച്ച്, ആവശ്യത്തിന് ടേസ്റ്റിന് വേണ്ടി ഉപ്പും കൂട്ടി ജസ്റ്റ് ക്രഷ് ചെയ്തോളൂ. 2 പ്രാവശ്യം ഇതേമാതിരി തന്നെ റിവേഴ്സ് ബട്ടൺ അടിക്കുക. പൾസ് ബട്ടൺ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കേട്ടോ. അത് ട്രൈ ചെയ്ത് നോക്കൂ, ഈ കഞ്ഞിയും ചമ്മന്തിപ്പൊടിയും കൂടി.